ഞാന് ഈ മാസം 9-നാണ് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയത്. ഉം. അപ്പൊ തുടങ്ങിയ ദിവസം സാറുണ്ടായിട്ടില്ല അന്ന്. പിന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് മക്ക സുഖമില്ലാണ്ടിരിക്കുമ്പോ ഒരു ഓവർ ടെൻഷൻ ഉണ്ടാവല്. ഒന്നാമത് ഞാൻ നേഴ്സിംഗ് ഫീൽഡിലാണ്, ചിലപ്പോ അതിൻ്റെതായിരിക്കും എന്ന് വിചാരിക്കുന്നേ. കേട്ടില്ല പക്ഷെ ഇപ്പൊ കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞേ. ശിവ എന്താ പറഞ്ഞത്? മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അസുഖം വരുമ്പോ ഓവർ ടെൻഷൻ ആയിരിക്കും. മസ്കറ്റാ? കുട്ടികൾക്ക് സുഖമില്ലാണ്ടിരിക്കുമ്പോ ആ. അസുഖം വരുമ്പോഴേ ഉം. ഓവർ ടെൻഷൻ ആയിരിക്കും. ആ ആ ഓക്കെ. ആ ആ ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച രണ്ടുപേർക്കും പനി വന്നു, നല്ല കഫക്കെട്ടൊക്കെ ഉണ്ടായിനി. പക്ഷെങ്കിൽ എനിക്ക് ആ ടെൻഷൻ ഒഴിവായി കിട്ടീനി. മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. പൊതുവെ ടെൻഷൻ ഉണ്ടാവുന്നു, മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ടെൻഷൻ കുറഞ്ഞതായിട്ട് മനസ്സിലായി എന്ന് അല്ലെ? ആ ആ എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിന്റെ പുതിയ തലങ്ങളിലേക്ക്, പുതിയ രീതിയിൽ അല്ലെങ്കിൽ പുതിയതായി നമ്മൾ പലതും നേടാനുള്ള യാത്രയാണ്. പുതിയത് നേടാനെന്ന് ഉദ്ദേശിക്കുന്നത് പഴയതിനെയൊക്കെ ഒഴിവാക്കേണ്ടതിനെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് അതിൽ സംഭവിച്ചതെല്ലാം റെക്കോർഡിംഗ് ഉണ്ട്, അതിൽ സംഭവിച്ചതെല്ലാം മറന്നുകൊണ്ട്, പുറത്തുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണോ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് നിങ്ങളെല്ലാം ഈ ഒരു വേദിയിലേക്ക് എത്തിപ്പെട്ടത്. യാദർച്ഛികമെന്നോണം എത്തിപ്പെട്ടവരുണ്ട്, വൈ ഇന്റൻഷനലി എത്തിപ്പെട്ടവരുണ്ട്. പക്ഷെ ഇവരെയൊക്കെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ: എന്തോ എവിടെയോ കളഞ്ഞുപോയി, അതിനെ ഒന്ന് നേരെയാക്കി എടുക്കണം, അതിനെ കറക്റ്റാക്കി എടുക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലൂടെ ഒരേ മനസ്സോടുകൂടി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഐശ്വര്യവും സമൃദ്ധിയും നിലനിർത്താനായിട്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്, പക്ഷെ നമുക്ക് പലപ്പോഴും പല രീതിയിൽ വെച്ച് മറന്നുപോയ സാധനങ്ങളായിരുന്നു. ഇതിനെയൊക്കെ വീണ്ടും ഒന്ന് സ്വരുകൂട്ടി കൊണ്ടുവന്ന്, ഏതൊക്കെയോ മാലിന്യങ്ങൾ നമ്മളിൽ വന്ന് നിറഞ്ഞപ്പോ ഈ സാധനങ്ങളൊക്കെ പുറത്തു പോവുകയാണ് ഉണ്ടായത്. അതിനെയൊക്കെ വീണ്ടും ഒന്ന് ശരിയാക്കി എടുക്കണം, ഒന്നുകൂടി പാകപ്പെടുത്തി എടുക്കണം, ഒന്നുകൂടി പുനഃസ്ഥാപിക്കണം എന്ന പേരിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ആവശ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ സമാധാനപൂർവമായ, സന്തോഷപൂർവമായ ഒരു ജീവിതം നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതിനാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. പലർക്കും ശാരീരികമായ വിഷമതകളുണ്ട്, ആരോഗ്യപരമായ വിഷമതകളുണ്ട്, പ്രായത്തിന്റെ വിഷമതകളുണ്ട്, സാമ്പത്തിക വിഷമതകളുണ്ട്, കുടുംബ വിഷമതകളുണ്ട്, എന്താ പറയാ, സാമൂഹിക വ്യവസ്ഥകളുണ്ട്. അങ്ങനെ 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 നൂറോളം കാര്യങ്ങൾ, ഞാൻ 100 മറ്റ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ 100 ലിസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഇരുന്നാണ് ചേട്ടൻ, ദൈവമേ, ഇത്രയൊക്കെ വിഷമങ്ങൾ നമുക്കെല്ലാം ഉണ്ടല്ലോ, അതിനെല്ലാം ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ 100 കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചാ പറയണേ. 100 കാര്യങ്ങളെയും ഒറ്റ കണക്ക് ഒരു കാര്യം ചെയ്താൽ ഈ 100 കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തന്നത്. അതിന് കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പോഴും നമ്മുടെ ഒരു സ്റ്റുഡന്റ് പറയുകയും ചെയ്തു, ഞാൻ 4-5 ദിവസമേ ആയിട്ടുള്ളൂ അത് ചെയ്യുന്നത്, എന്നിട്ട് പോലും എനിക്ക് അതേ സംഭവം മുന്നിൽ വന്നപ്പോൾ ഇത് എനിക്ക് കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തിനാണ് മെഡിറ്റേഷൻ, എങ്ങനെയാണ് മെഡിറ്റേഷൻ എന്നുള്ളതാണ്. കാരണം മെഡിറ്റേഷൻ എല്ലാത്തിനുമുള്ള ഒരു ഏക മൂല്യമാണ്, ഒറ്റ മൂല്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടാണ് നമ്മൾ മെഡിറ്റേഷനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇതിനത്തെ ക്ലാസ്സിന് നിങ്ങൾ എല്ലാവരും റെഡിയാണല്ലോ? എല്ലാവർക്കും മെഡിറ്റേഷൻ അറിയാം, എന്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും മെഡിറ്റേഷൻ പറ്റിയത്. എന്നാലും നമുക്ക് കുറച്ചും കൂടി വിശദമായി, ഗഗനമായി ഇതിനൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ റെഡി ആണെങ്കിൽ പിന്നെ അമാന്തിക്കണോ? റെഡി ആണെങ്കിൽ പിന്നെ അമാന്തിക്കണോ? എന്താണ് റെഡിയാവുന്ന? അമാന്തിക്ക് 2 കാര്യങ്ങൾ വേണം. സന്തോഷത്തോടു കൂടി തയ്യാറായി നിൽക്കുക എന്ന് പറയുന്നത്. ഐ എം ഹാപ്പി ആൻഡ് റെഡി, ഐ എം ഹാപ്പി ആൻഡ് റെഡി. പറട്ടെ, കംപ്ലീറ്റ് ആൾക്കാർ, ഒരാളും
മടി കാണിക്കരുത്. കമോൺ 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 കമോൺ. എപ്പോഴും സദാ പുഞ്ചിരിയോടുകൂടി, സദാ ഊർജസ്വലനായി, സദാ ഉന്മേഷഭരിതനായി, സദാ പോസിറ്റീവായി നിന്നാൽ മാത്രമേ ജീവിതത്തിൽ പല കാര്യങ്ങളെയും നമുക്ക് കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടുമോ നോക്കണേ. ഒറ്റ ചോദ്യം, ഒരു ഉത്തരം. ജീവിതത്തിൽ പ്രശ്നങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും ഇല്ലാതിരിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, ഇല്ല അല്ലെങ്കിൽ നോ പറഞ്ഞു. എല്ലാം മാറിക്കഴിഞ്ഞ് അതെല്ലാം ഇല്ലെങ്കിൽ അതെല്ലാം ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ സന്തോഷവാനാവും എന്നുള്ള തോട്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട്? അങ്ങനെ ആർക്കും ഉണ്ടാവില്ല അല്ലെ? ഒരാൾക്കും ഉണ്ടാവില്ല. കാരണം സാമൂഹിക അല്ലെങ്കിൽ നമ്മൾ സാധാരണ കോമൺ സെൻസ് ഉള്ളവർ പറയില്ല ഇതെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഞാൻ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ സ്ഥിരമായി കൃത്യമായി എല്ലാ ദിവസവും ഇവിടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ഇത്രമാത്രമാണ്. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും, ഇതെല്ലാം അവിടെ സംഭവിക്കുമ്പോഴും, ഇതെല്ലാം ദിനരാത്രങ്ങൾ ഉണ്ടാവുന്നത് പോലെ, വേനൽ വർഷം ഉണ്ടാവുന്നത് പോലെ, എന്താ പറയാ, നമ്മുടെ ഭൂമി ഓരോ രീതിയിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഇതെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ എന്നിൽ ഇതെല്ലാം സ്വാഭാവികമല്ല. എനിക്കെന്താണോ വേണ്ടത് അതിൽ മാത്രം ഞാൻ നിലനിൽക്കുമ്പോൾ ഇതെല്ലാം എന്നിൽ നിന്നും മാറിപ്പോവുകയേ ഉള്ളൂ. ഒറ്റ ഉദാഹരണം മാത്രം സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. നിങ്ങൾ എല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ട് അല്ലെ? എല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ട്. അല്ലെങ്കിൽ വേറെ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ എല്ലാവരും പോകാറുണ്ട്. ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇതെല്ലാം വാരി എടുത്തുകൊണ്ട് വരൂ? ആരും വരില്ല അല്ലെ? അവൻ ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ട് വരുമെന്നുള്ള പൂർണ്ണ ബോധമുണ്ട്. അത് മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. പക്ഷെ ജീവിതത്തിൽ വരുമ്പോ തികച്ച വ്യത്യസ്തമാണ്. വഴിയെ പോകുന്നതെല്ലാം എന്റേതാണ്. അയൽവാസി തുമ്മിയാലും എന്റെ പ്രശ്നമാണ്. വീട്ടുകാരൻ ഭർത്താവ് പറഞ്ഞാലും പ്രശ്നമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കാലുവേദന സ്വാഭാവികമുണ്ട്. പക്ഷെ പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് കാലുവേദനയാണ്, എനിക്ക് കാലുവേദനയാണ്, എനിക്ക് കാലുവേദന. കൈവേദന സ്വാഭാവികം, മനുഷ്യരുണ്ടാവും. ഇത് ശരീരമാണെങ്കിൽ ഉണ്ടാവും. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കത് ഇതാണ്, അത് വേദനയുണ്ട്, വേദനയുണ്ട് പറയുന്നത് ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? ഇതാണ് മനുഷ്യന്റെ. അപ്പൊ എനിക്ക് ഇന്നലെ ഇന്നും നല്ല ജലദോഷമുണ്ട്. ഒരു മിനിറ്റ്. ഇന്നലെ ഇന്നൊക്കെ നല്ല ജലദോഷമുണ്ട്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതിന്റെ ഇതാണ്. പക്ഷെ അതും പിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കൂടുകയോ കുറയും. തത്തുല്യമായ നടപടി എടുത്താൽ മാത്രമേ ഇത് കുറയുള്ളൂ. വേറെ ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇന്നലെ ചോദിച്ചുകൊണ്ടിരുന്നു. എത്രയോ മെസ്സേജ്, സന്തോഷം. എല്ലാവരും സ്നേഹത്തോടെ ഇന്നലെ സ്നേഹാന്വേഷണം നടത്തി. എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. രാവിലെയൊക്കെ എല്ലാവരും മെസ്സേജ് അയച്ചു, സാറേ സുഖമായ. ഒന്ന് ഫാൻ നോക്കാം. മറ്റേ എല്ലാവർക്കും എല്ലാവരും ചോദിച്ചു. എല്ലാവരും സ്നേഹാന്വേഷണം, സന്തോഷം. പക്ഷെ ഞാൻ ആർക്കും മറുപടി അയച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ സുഖം ഇല്ലെന്ന് പറയണം, സുഖം ഉണ്ടെന്ന് പറയണം. രണ്ടും പറയാൻ പറ്റില്ല അല്ലെ? അതുകൊണ്ട് ആരോടൊന്നും പറഞ്ഞില്ല. ഞാൻ അതുപോലെ ഉണ്ട്. പക്ഷെ ഇന്ന് ക്ലാസ് എന്തായാലും ഇന്നലെ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ഇന്നലെ ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റാത്ത വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഞാൻ മറ്റൊരു കാര്യത്തിൽ തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷെ ജലദോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേറൊരു വർക്ക് ചെയ്തു. അതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവരും ഒരു 7 days ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് എന്ത് തരണ്ടേ? ഈ 7 days ക്ലാസ്സിന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി തരണ്ടേ? അതിന്റെ കുത്തിയിരിപ്പായിരുന്നു. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. സ്ട്രെയിൻ ഒന്നുമില്ല, നോ സ്ട്രെയിൻ. ഒരു സ്ട്രെയിനും എടുത്തിട്ടില്ല, ഒന്നുമില്ല. ആ ഓക്കെ, കൂളാണ്, എല്ലാം ഓക്കെയാണ്. ഇത് ക്ലൈമറ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞു വന്ന ഉദ്ദേശത്തിലേ ഉള്ളൂ. ഇതൊക്കെ സ്വാഭാവികമായ പ്രക്രിയയാണ്. അതിൽ കൂടുതലൊന്നും വലിയ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള പോലെ തന്നെ ക്ലൈമറ്റ് മാറുമ്പോൾ സ്വാഭാവികം ജലദോഷമൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഇത് ശരീരമാവില്ല, വേറെന്തോ ആവില്ല അല്ലെ? നമ്മൾ മനുഷ്യനല്ലേ? മനുഷ്യന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകണ്ട. വി ആർ നോട്ട് സൂപ്പർ ഹ്യൂമൻ, വി ആർ ജസ്റ്റ് എ ഹ്യൂമൻ. ഹ്യൂമനിൽ എല്ലാ വികാരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനാവുന്നുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യനല്ല. എല്ലാം മാറ്റി വെക്കുന്നതല്ല. എല്ലാം ഓൾവേസ് നമ്മൾ ബെറ്റർ ആണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലഘട്ടത്തിൽ
നമ്മൾക്ക് മെഡിറ്റേഷന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കാനുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. വളരെ കൃത്യമായി നിങ്ങൾ പല രീതിയിലും പല സ്ഥലത്ത് മെഡിറ്റേഷൻ കേട്ടിട്ടുണ്ടാവും. പല രീതിയിൽ അതിനെ ദുർവ്യാഖ്യാനിച്ചവരും ഉണ്ടാകാം. പല മതപരമായും സാമൂഹ്യപരമായും അതിനെയൊക്കെ ദുർവ്യാഖ്യാനിച്ചവരുണ്ടാകും. പക്ഷെ എല്ലാ ജീവജാലങ്ങളും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ചെയ്യാത്ത ഒരു ജീവജാലവും ഈ ലോകത്തില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾക്ക് മനുഷ്യന് ബുദ്ധി കുറച്ച് കൂടിയത് കൊണ്ട്, അല്ലെങ്കിൽ അവന് സൂപ്പർ ഇന്റലക്ച്വൽ ആയതുകൊണ്ട് അവൻ ഞാനിത് ചെയ്യൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് എപ്പോഴും നമുക്ക് എങ്ങനെ നമ്മളെ പാകപ്പെടുത്തിയെടുക്കണം എന്നതിനെ പറ്റി മാത്രമാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ധ്യാനത്തിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ധ്യാനമാർഗം സ്വീകരിക്കുന്ന ധാരാളം ആൾക്കാരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പല പ്രമുഖ വ്യക്തികളും അല്ലെങ്കിൽ പ്രശസ്തരായ മിക്ക ആൾക്കാരും 90% ആൾക്കാരും ഈ മാർഗം പിന്തുടരുന്നവരാണ് എന്ന് ഒന്നാമതായി മനസ്സിലാക്കുക. ഇത് പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് എത്താൻ ആഗ്രഹിച്ച, അവിടെയാണ് ചോദ്യം അല്ലേ, എത്താൻ ആഗ്രഹിച്ച, അവിടെ ചോദ്യമുണ്ട്, അത് ഫില്ല് ചെയ്യാം പിന്നെ അല്ലെ. പിന്നെ അത് ഫില്ലിങ്, ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എത്താൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ മനസ്സിനെയും ശരീരത്തെയും ഏകാഗ്രമായി നിർത്തി കൊണ്ടുപോകാൻ നമുക്ക് എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി മാറുകയുള്ളൂ എന്നുള്ളത്. ഇതിന് കുറേ തലങ്ങളെ പറ്റി പറയേണ്ടി വരും. പക്ഷെ അത്രയൊന്നും നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ശാരീരിക മാനസിക വേദനകളെ ശമിപ്പിക്കാൻ, എന്താണ് ശാരീരിക മാനസിക വേദനകളെ ശമിപ്പിക്കാൻ മനസ്സിന്റെ ഏകാഗ്രതയിലൂടെ നമുക്ക് സാധ്യമാകുമെന്ന് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നു. അത് മോഡേൺ സയൻസ് ആയാലും ആയുർവേദമായാലും മറ്റ് ഏത് സമ്പ്രദായങ്ങളായാലും എല്ലാത്തിലും പറയുന്നത് മനസ്സിന്റെ ഏകാഗ്രതയിലൂടെ, മനസ്സിനെ പാകപ്പെടുത്തുന്നതിലൂടെ മാത്രമേ നമുക്കിതെല്ലാം കടക്കുകയുള്ളൂ. വേദനയുള്ളവൻ മരുന്ന് കഴിച്ചാൽ വേദന മാറണമെങ്കിൽ അവൻ ആദ്യം അത് അംഗീകരിക്കണം. ഈ മരുന്ന് കഴിച്ചാൽ എനിക്ക് വേദന മാറും എന്നുള്ള അംഗീകാരം ഇല്ലാത്ത ഒരുത്തൻ കഴിച്ചാൽ ഒരിക്കലും വേദന മാറില്ല. ദിസ് ഇസ് ഓൾ മിറാക്കിൾ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ധ്യാനം എന്ന് പറയുന്നതിനെ പറ്റി കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ധ്യാനം ഒരിക്കലും ഒരു സന്യാസി വര്യന്റെ അല്ലെങ്കിൽ ധ്യാനിക്കുന്നവൻ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ സർവസംഘ പരിത്യാഗിയായി നടക്കുന്ന ഒരാളുടെ മാത്രം ധ്യാനമെന്നോ, അല്ലെങ്കിൽ ഹല്ലേലൂയ കൈകൊട്ടി പാടുന്നവരുടെ മാത്രം ധ്യാനമെന്നോ അങ്ങനെയൊന്നും അർത്ഥമില്ല. അതും ധ്യാനം തന്നെയാണ്. പക്ഷെ അതൊക്കെ അവരുടെ മറ്റൊരു രീതിയിലാണ്. നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ച് നിത്യജീവിതത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് ധ്യാനം. അതിന് നമ്മൾ വളരെ ശ്രദ്ധയോടെ വളരെ വളരെ ഏകാഗ്രമായി കാര്യങ്ങൾ കാണണം എന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. എല്ലാ കാര്യങ്ങളെയും അനായാസേനയായി കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ഇന്ന് ഞാൻ ക്ലാസ്സിനകത്ത് ഒരാൾ സംസാരിച്ച ഒരു സംസാരം കേട്ടു. അതിന് ജസ്റ്റ് അതും കൂടി കണക്ട് ചെയ്ത് പോവുകയാണ്. നമ്മൾ എപ്പോഴും മനുഷ്യൻ എന്ന് പറയുന്ന ഭൗതികതയിൽ ജീവിക്കുന്ന ഒരാളാണ് അല്ലെ. മനുഷ്യന് ഭൗതികതയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആധ്യാത്മികം അവന്റെ മറ്റൊരു പാട്ടാണ്. ഭൗതികത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതവുമായി ചുറ്റപ്പെട്ട് കുറെ കാര്യങ്ങളുണ്ട്, കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. ഇത് മുഴുവൻ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ സ്ത്രീകളായി കഴിഞ്ഞാൽ വീട്ടിലെ പണികളുണ്ട്, പാത്രം കഴുകണം, ഭക്ഷണം ഉണ്ടാക്കണം, കുട്ടികളെ നോക്കണം, ഡ്രസ്സ് എടുക്കണം, ഡ്രസ്സല്ലേ, എണ്ണിയാ തീരാത്ത കുറെ കാര്യങ്ങൾ. ആണുങ്ങളെ സംബന്ധിച്ചും വേറെ കുറെ ഉണ്ട് കേട്ടോ. വളരെ ഗഗനമായി ചിന്തിക്കണം. ഇസ്രായേലിൽ എന്ത് സംഭവിച്ചു നിൽക്കണം, ഇപ്പൊ എന്താ പറയാ, ലോകത്ത് ആരൊക്കെ ട്രംപ് എപ്പോ വരും എന്ന് ആലോചിക്കണം. അങ്ങനെ കുറെ പരിപാടികൾ ആണുങ്ങൾക്കും ഉണ്ടല്ലേ. അതിനിടയിൽ പിന്നെ എന്താ സീരിയൽ കാണുന്നവർ സീരിയലിനെ പറ്റി ചിന്തിക്കണം. അങ്ങനെ കുറെ പരിപാടികൾ എല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴാ സാറേ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് പറഞ്ഞൊരു കാര്യമാണ്, ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം. ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ് നമുക്കിതൊന്നും ചെയ്യാൻ സമയം കിട്ടൂലല്ലോ, പിന്നെ എപ്പോഴാണ് നമ്മളിത് ചെയ്യുക? അപ്പോൾ ഇതെല്ലാം കഴിയും. ഇതൊക്കെ ചെയ്യണം. ശരിക്കും റിട്ടയർമെന്റ് ലൈഫാണ് ഏറ്റവും നല്ലത് എന്ന് ഒരാൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എത്ര പേര് അത് അംഗീകരിക്കുന്നു? ഇതെല്ലാം ചെയ്യാൻ ഏറ്റവും ഉചിതമായ സമയം റിട്ടയർമെന്റ് ലൈഫാണെന്ന് പറയുന്നവരൊന്ന് പറഞ്ഞ് കൈപൊക്കെ യെസ് യെസ് എന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ സമയം റിട്ടയർമെന്റ് ലൈഫാണെന്ന് പറഞ്ഞവര് യെസ് പറഞ്ഞ് പോരട്ടെ, എല്ലാരും പോരട്ടെ. യെസ് ഓർ നോ പറയണം.
യെസ്. ജീവിതത്തിൽ വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ പ്രശസ്തരായ ആൾക്കാരെ പഠിച്ചു കഴിഞ്ഞാലും അവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ടാവും. ദ വിന്നേഴ്സ് ഹാവ് എൻ സ്പെഷ്യൽ ടൈം. വിന്നറായ എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടൊരു ടൈം ഉണ്ട് അവരുടെ ജീവിതത്തിൽ. ഇപ്പൊ എലൻ മസ്കിന് എത്രയോ കമ്പനികളുണ്ട് അല്ലെ, റിച്ചാർഡ് ബാറ്റ്സൺ ഒരുപാട് കമ്പനികളുണ്ട്, രത്തൻ ടാറ്റയ്ക്ക് എത്ര ആയിരം കമ്പനികളാന്ന് ഒരു പിടിയുമില്ല. ഒരു ദിവസം 5 മിനിറ്റ് ഒരു കമ്പനിക്ക് കൊടുത്താൽ പോലും രത്തൻ ടാറ്റയ്ക്ക് എല്ലാ കമ്പനിയും നോക്കാൻ പറ്റില്ല എന്നവർ ഒരു വർഷം കൊണ്ട്. അത്രയും കമ്പനികൾ ഉണ്ടായിരുന്നു രത്തൻ ടാറ്റ. അപ്പൊ ഇവരൊക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ നമ്മുടെ യഥാർത്ഥ വിഷയം എന്താ അറിയോ? 2 ദോശ ഇടണം, ഒരു ചമ്മന്തി അരക്കണം, പിന്നെ ഒന്ന് കുളിക്കണം, റെഡിയാണ്, ഓഫീസിൽ പോകണം. ഇത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് 8 മണി വരെയുള്ള യുദ്ധമാണ്, യുദ്ധം അല്ലെ. എന്താണ് അൾട്ടിമേറ്റ്ലി എന്താ ചെയ്യുന്ന അറിയോ? ഇത്രയേ ഉള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ രാവിലത്തെ ഉച്ചക്കത്തെ ഭക്ഷണം, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടുക, അതിൻ്റെ ഇടയിൽ കുറെ ഒരു 500 തവണ കിച്ചണിലേക്കും ഹോളിലേക്കും, ഹോളിൽ നിന്ന് കിച്ചണിലേക്കും ബാത്റൂമിലേക്കും അതുപോലെ പുറത്തോട്ടും ഇങ്ങനെ ഒരു 500 തവണ നടത്തൂ. 5 പണികൾ മാത്രമേ ഉണ്ടാവൂ. ഞാൻ ആരും ഇത് പറയല്ലേ, ഇത് പൊതുവെയുള്ള ഒരു സമൂഹത്തിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഇതെല്ലാം ഉണ്ടാവുന്നത് കൊണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്യാനോ അഫർമേഷൻ എഴുതാനോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനോ, നമുക്കിപ്പോ രാവിലെ മെഡിറ്റേഷൻ കാണാൻ പറ്റും ആൾക്കാർ. മെഡിറ്റേഷൻ വരുന്നത് സാറ് ഓൺ ചെയ്ത് വരുമ്പോ കറക്റ്റ് ആയിട്ട് വരും. മെഡിറ്റേഷൻ എന്ത് ചെയ്യുന്നതും കഴിഞ്ഞ് പോയി ഇങ്ങോട്ടാ പോകുന്നത്. സമയമില്ല സാറേ, വേറെ പണിയുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാഫിമേഷൻ എഴുതാൻ സമയമില്ല, തിരക്കാണ്. ഞാൻ പറഞ്ഞു വന്ന എത്രയേ ഉള്ളൂ, മനസ്സിന്റെ ശാസ്ത്രം അറിയണമെങ്കിൽ, ധ്യാനത്തിന്റെ ശാസ്ത്രം അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പതഞ്ജലി മഹർഷി പറഞ്ഞൊരു കാര്യം, തത്രപത്രേയേ കഥാനഥാധ്യാനം എന്ന് പറഞ്ഞത്. അതായത് വിഷയ സുഖങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിലും അലയുന്ന മനസ്സിനെ ആത്മത്വത്തിലേക്ക് കേന്ദ്രീകരിച്ച് അതിന്റെ ചിന്തയിൽ മുഴുകിയിരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ധ്യാനം. എല്ലാ വിഷയങ്ങളും അവിടെ ഉണ്ട്. അതെന്നും മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും വിചാരിച്ചിട്ട് ആരും ഒന്നും നടക്കില്ല, അങ്ങനെ ഉണ്ടാവുകയില്ല. അതെല്ലാം അവിടെ ഉണ്ടാകുമ്പോഴും നമ്മൾ അവനവനിലേക്ക് ആത്മത്വത്തിലേക്ക് ഇറങ്ങി നിന്ന് ആ ചിന്തയിലൂടെ കടന്നു പോകാൻ. ഇതെന്താ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരിക്കുന്നത്? ഞാൻ കുരങ്ങിന്റെ കഥ പറഞ്ഞത് അതുപോലെ മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ കുക്കറിൽ സാധനം വെച്ചിട്ടുണ്ട്, അയ്യോ എന്റെ മകൻ എന്തായോ എന്നറിയില്ല, അടുത്ത വരും. ഇതൊക്കെ മെഡിറ്റേഷൻ സമയത്ത് വരും. അതെല്ലാം കൃത്യമായി നമ്മൾ ഇരിക്കുമ്പോൾ വളരെ വ്യക്തമായി അവനവനിലേക്ക് ഇറങ്ങി ഇരിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം സാഹചര്യം ഉണ്ടാക്കിയാൽ മാത്രമേ മെഡിറ്റേഷൻ സാധ്യമാകൂ. ഇതാർക്കും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ പ്രശസ്തർക്കും ഒരു ഓൺ ടൈം എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓൺ ടൈം ഉണ്ട് എന്ന് പറഞ്ഞേ? ഓൺ ടൈം ആൻഡ് ഓൺ പ്ലേസ് ഉള്ളവരുണ്ടോ? വീട്ടിൽ ഇത്രയും വലിയ വീടുണ്ടാവില്ലേ, 5000 സ്ക്വയർ ഫീറ്റ് 4000 സ്ക്വയർ ഫീറ്റ് ഇല്ല, ലോൺ എല്ലാം കൊടുത്തിട്ട് കെട്ടിയ വീടുകളുണ്ട്. 4000 3000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ്. അത് കഴിഞ്ഞ് അതിന് ഇത്രയും സ്ഥലമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം നിങ്ങളുടെ വീട്ടിലുണ്ടോ? എത്ര പേരുണ്ട് നോക്കട്ടെ, പറയാം. ഇല്ല, ഇവിടെ ഉള്ളവരെ ടൈപ്പ് ചെയ്യൂട്ടോ, ഇല്ലാത്തവർ നിങ്ങൾ ഇല്ലാത്തവർ ടൈപ്പ് ചെയ്യൂടെ? ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവർ ടൈപ്പ് ചെയ്യും. അതാണ് എനിക്ക് കൂടുതലുണ്ടാവും. ഓൺ ടൈം ആൻഡ് ഓൺ പ്ലേസ്. യെസ്. പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ ഉണ്ടാവും. ഓഫീസിലെത്തിയിട്ടോ, നീ ഒറ്റക്കായതുകൊണ്ട് അവിടെ എനിക്ക് വേറെ ആരും ഇല്ലല്ലോ. പ്രസീത ഒറ്റക്കാണ് ഓഫീസിൽ, അതുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അവിടെ നിന്ന് 3 ഫോണും പിടിച്ചിട്ട് അവിടെ ധ്യാനിക്കണം. നിങ്ങൾ ചിലർ ഫോൺ പിടിച്ചാലും ഫോൺ എടുക്കാത്ത, പ്രസീത ഫോൺ എടുക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അവിടെ 3 ഫോണുണ്ട് അവളിൽ, പക്ഷെ 3ഉം പിടിച്ചിട്ട് അവിടെ ധ്യാനിക്കും. അപ്പോഴാണ് മെഡിറ്റേഷൻ സമയം. അതാണ്. അപ്പൊ ഓൺ ടൈം എനിക്കുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരട്ടെ, എന്റെ സ്ഥലം കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇങ്ങനെ ഒരു പ്ലേസ് എനിക്ക് എന്നോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്ന, എല്ലാ ദിവസവും ഞാൻ അവിടെ ഇരിക്കും, രാവിലെയും വൈകിട്ടും 2 നേരം അവിടെ ഇരിക്കും ചെയ്യും. ഒരു സമയമില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവിടെ ഒരു അരമണിക്കൂർ ഇരിക്കാതെ ഉള്ളൊരു പരിപാടി എനിക്കില്ല. വേറൊന്നുമില്ല, ചെറിയൊരു സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതേണ്ട, ഇവിടെ ഒരു പില്ലോ ഉണ്ട്, അവിടെ ഒരു ബാഗ് ഉണ്ട്, അവിടെ ഒരു മാറ്റ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ആ മാറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്ഥലത്തെത്തി. പിന്നെ എനിക്ക് വേറെ ഒന്നുമില്ല. അവിടെ ഇച്ചിരി വെളിച്ചെണ്ണയും അത് സാധനമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അത് സുഖമായിട്ട് അവിടെ ഇരുന്ന് അരമണിക്കൂറൊക്കെ എനിക്കിപ്പോ കൃത്യമായി ഇരിക്കാൻ പറ്റിയാൽ ഞാൻ എന്റെ ലോകത്തേക്ക് പോകും. അവിടെ ഫോൺ ഉണ്ടാവില്ല,
ഒരു സാധനം ഉണ്ടാവില്ല, അവിടെ ഇരിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്ന അവിടെ നിന്നാണ്, പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്ന അവിടെ നിന്നാണ്. ആ സ്ഥലത്ത് ചിലപ്പോൾ മുമ്പെയൊക്കെ 5-6 മണിക്കൂർ ഇരിക്കുമായിരുന്നു. ഇപ്പൊ അത്രയും സമയം കിട്ടുന്നില്ല. ലീവുള്ള ദിവസം 5-6 മണിക്കൂർ, ഇപ്പൊ അത്രയും കിട്ടുന്നില്ല. അപ്പോ നമ്മൾ വോൺ ടൈം എഴുതി വെച്ചോളൂ, ആ ഒരു പോയിന്റ് എഴുതി വെച്ചോളൂ. നിങ്ങൾ എപ്പോഴും സ്വന്തമായി വോൺ ടൈം ആൻഡ് വോൺ പ്ലേസ് കണ്ടെത്തിയേ പറ്റുള്ളൂ. അതുണ്ടാക്കണം. ഏകാഗ്രമായ മനസ്സിനെ സംസ്കരിച്ചെടുക്കുകയും സംശുദ്ധമാക്കുകയുമാണ് ധ്യാനത്തിന്റെ ഏകാഗ്രമായ മനസ്സിനെ സംസ്കരിച്ചെടുക്കുകയും സംശുദ്ധമാക്കുകയുമാണ് ധ്യാനത്തിന്റെ പ്രധാന പ്രക്രിയ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോ നേരത്തെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. അതായത് ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കുറെ ചിന്തകൾ വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനഃപൂർവമായ പ്രക്രിയയിലൂടെ, മനസമാധാനത്തിലൂടെ, അല്ലെ മനഃപൂർവമായ പ്രക്രിയയിലൂടെ അതിനെ ഇല്ലാതാക്കണം. നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ്, കൃത്യമായി ഞാൻ ഇന്നും പറയുന്ന പേരാണ്, ചിന്തകളെ പട്ടിണിക്കിട്ട് കൊല്ലുക. ചിന്തകളെ പട്ടിണി കൊല്ലുന്ന എന്താ അറിയോ? അത് അംഗീകരിക്കാൻ പറ്റില്ല അല്ലെ? വെറുതെ വരുന്ന ചിന്തകൾ. സാറേ ആ പാവല്ലേ ചിന്ത, പട്ടിണിക്ക് ഇടാൻ പാടുണ്ടോ? എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? ഈ ചിന്തകൾ എങ്ങനെയാ വരുന്നത്? നിങ്ങൾ അതിന് വലിച്ചു കൊണ്ടുവരല്ലേ, അതിലേ പോകുന്നുണ്ടാവും. അതിന് വലിച്ച് അവരുടെ പോരട്ടെ. അപ്പോഴെന്തറിയോ ചിങ്ങനാണ്. അപ്പൊ അവൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഞാൻ ഇന്ന് രാവിലെ ഞാൻ ആ ചുരിദാർ ഇട്ട് പോയപ്പോ രശ്മി എന്നോട് എന്തോ ഉണ്ട് അവൾ. പിന്നെ രശ്മിയുടെ പിറകെ പോയി, രശ്മിയുടെ പഴയ കാര്യത്തിലേക്ക് പോയി, പഴയതിലേക്ക് പോയി. ഇങ്ങനെയല്ലേ നമ്മൾ ഉണ്ടാവുക. ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വഴി വരുമ്പോ ഏതെങ്കിലും ഒരാളൊന്ന് മുഖം തിരിച്ച്, നിങ്ങളെ കാണുമ്പോൾ ജസ്റ്റ് മുഖം തിരിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, നിങ്ങൾ വഴിയെ നടന്നു പോകാന്ന് കരുതിക്കോ. നിങ്ങളുടെ ചിന്തകളെ ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉത്തരം പറയണേ. വഴിയെ നടന്നു പോകാന്ന് കരുതിക്കോ. ഇപ്പൊ നമ്മളെ നാട്ടിലുണ്ട്, വേണ്ട ഇപ്പൊ എവിടെ പറയാം, ഒരു നാടിന് പറയുന്നില്ല. നമ്മളെ നാട്ടിൽ നടന്നു പോകുന്ന സമയത്ത്, നിങ്ങൾ വഴിയെ നടന്നു പോകുന്ന സമയത്ത് രണ്ടാൾക്കാർ നിങ്ങൾ എതിരെ നടന്നു വരുന്നു. ഒരു വെളുത്ത മനുഷ്യനും ഒരു കറുത്ത മനുഷ്യനും നിങ്ങളെ എതിരെ കൂടി നടന്നു വരുന്നു. വെളുത്ത മനുഷ്യൻ ചിരിക്കുന്നില്ല, കറുത്ത മനുഷ്യൻ നന്നായി ചിരിക്കുന്നു. നിങ്ങൾ ഇതിൽ ആരെയാണ് ശ്രദ്ധിക്കുക? ഒന്ന് മറുപടി പറഞ്ഞേ നോക്കട്ടെ. ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യം. ഇതൊക്കെ മനസ്സിന്റെ പ്രക്രിയയാണ് കേട്ടോ. മെഡിറ്റേഷൻ പഠിപ്പിക്കുമ്പോൾ ഇതല്ലേ പഠിപ്പിക്കേണ്ടത്. പക്ഷെ എന്നാലും ആൻസർ പറഞ്ഞേ. പിന്നെ ചിരിക്കുന്ന ആളെ എന്നൊക്കെ പറയും നിങ്ങൾ. അവസാനം പറയാ അവരത്ര കൊള്ളൂലിട്ടോ ആളെ. ഇപ്പൊ എല്ലാരും ഇവിടെ അതേ മറുപടി പറയുള്ളൂ. നാളെ നിങ്ങൾ വഴി പോകുമ്പോ കണ്ടല്ലോ, നിങ്ങൾ പറയാ അല്ലെ ഇതിനെ കണ്ട് ചിരിക്കുന്ന ആളെന്ന് നിങ്ങൾ നോക്കില്ല. കറുത്താണ് ഇതൊക്കെ വെറുതെ ഇപ്പൊ പറയണില്ല, ഇവിടെ ഇരുന്ന് പറയണേ ഉള്ളൂ. ആരും നോക്കില്ല. കറുത്തവൻ ആരെങ്കിലും സുന്ദരനാണോ? സുന്ദരനല്ലാതെ നിങ്ങൾ സോറി, ഞാൻ ഈ ചോദ്യം ചോദിച്ച് നേരെ തിരിച്ചു ചോദിക്കാട്ടോ. നിങ്ങൾ ഒരു കറുത്ത പെണ്ണും ഒരു വെളുത്ത പെണ്ണും നടന്നു വരുന്നുണ്ട്, നിങ്ങൾ ഇതിൽ ആരെ നോക്കും? അങ്ങനെ പറയാം, അതായിരിക്കും നല്ലത്. മറ്റുള്ളവർ കുറച്ച് നമ്മുടെ സഹോദരന്മാരുടെ മറുപടി ഇല്ല, അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഏകപക്ഷീയമായി പോകുന്നല്ലേ. പറയും ചെറുക്കുന്ന ആളെയാണോ ചിരിക്കുന്ന പെണ്ണിനെയാണോ? അയ്യോ ഇതിപ്പോ ചോദിച്ച വീട്ടില് അടിവലി അല്ലേ രഞ്ജേട്ടാ? രഞ്ജേട്ടാ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിഷയമായിപ്പില്ല. അവിടെ വീട്ടിലാരും ഇല്ലല്ലോ. ബാബുവിനോട് വീട്ടിൽ വിഷയമല്ലല്ലോ, പറഞ്ഞോ ധൈര്യപൂർവ്വം പറഞ്ഞു. വെളുത്ത പെണ്ണിനെ കണ്ടാ ചിരിക്കുവോ നോക്കുവോ, കറുത്ത പെണ്ണിനെ കണ്ടാ നോക്കൂ. പിന്നെ ഗീത രണ്ടാളെ കണ്ടാലും നോക്കുന്നത്, രണ്ടാളെ കണ്ടാൽ നോക്കും. പക്ഷെ നോക്കൂ, ഇവിടെയാണ് ചിന്ത. നമുക്ക് ഇങ്ങനെയും വരും. എന്തുകൊണ്ടായിരിക്കും ഇയാൾ ചിരിക്കാത്തത്? സ്വാഭാവികമാണ്. പക്ഷെ ഇത് നമ്മുടെ മനസ്സിന്റെ പ്രക്രിയയാണ് അല്ലെ. ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി ഡാഷ് മോണേന്ന് മനഃപൂർവ്വം ഇട്ടതാണ്. നിങ്ങൾ എന്ത് കരുതുന്നുവല്ല. ഒരാൾ പറയും സാറേ അങ്ങനെയൊന്നും പറയരുത് സാറേ. എന്താ ഡാഷ് മോനെ? ഞാൻ പറഞ്ഞു പൊന്നു മോനെന്ന് ഞാൻ വിളിച്ചുള്ളൂ, എനിക്ക് അതിനപ്പുറം വിളിക്കാൻ അറിയില്ല. പക്ഷെ നിങ്ങൾ വായിച്ചപ്പോ നിങ്ങൾ എന്തോ ഫില്ല് ചെയ്തു. ഞാൻ എന്ത് ചെയ്യാനാ? അതെന്റെ ഒരു വിഷയമല്ലല്ലോ, ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. ഇങ്ങനെയല്ലേ നമ്മൾ ഫില്ല് ചെയ്യുന്നത് അല്ലേ? മനഃപൂർവ്വം അതാണ്, ഞാൻ മനഃപൂർവ്വം എഴുതിയിട്ടതാ. എന്ത് ചെയ്യുന്നു കേൾക്കുന്നവർക്ക് എന്ത് തോന്നുന്നു? ഇത് അയാൾ അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ ഉണ്ടോന്നും എനിക്കറിയില്ല കേട്ടോ, ക്ലാസ്സിലുണ്ടോന്നും എനിക്കറിയില്ല. ഞാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, ഒഴിവാക്കേണ്ട ആവശ്യമില്ല അതിന്റെ. അപ്പോ വെളുത്ത ആളെ കൂടുതൽ ശ്രദ്ധിക്കുക. അത് തന്നെയാ പറഞ്ഞു ഞാൻ, വെളുത്ത ആളെ കൂടുതൽ ശ്രദ്ധിക്കുള്ളൂ. ഇത് ധ്യാനത്തിന്റെ ഒരു പ്രത്യേകത, മനസ്സിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന് ഡിഫറൻസിയേഷൻ ഉണ്ടാവില്ല. അവർക്ക് കൃത്യമായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്ക് ഡിഫറൻസിയേഷൻ ഉണ്ടാവില്ല. ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണോ എനിക്ക് ഹാപ്പിനെസ് നൽകുന്നത് അത് മാത്രമേ അയാൾ വലിച്ചെടുക്കുള്ളൂ.
സ്ഥിരമായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആള് അവർക്ക് ആവശ്യമുള്ള സാധനത്തെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സ് അതിനെ മാത്രം പിടിച്ചെടുക്കും. മാഗ്നറ്റിക് സിസ്റ്റമാണ്, മാഗ്നറ്റിക് പവർ ഉണ്ടാവും. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇല്ലാത്തവർ മാത്രമേ. ഇപ്പൊ നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇത് ചിരിക്കുന്ന ആളെന്ന് പറഞ്ഞില്ലേ, ഇതിന്റെയൊക്കെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ കൂടിയത് കൊണ്ടാണ്. ഇതിന് മുമ്പേ ആണെങ്കിൽ നിങ്ങൾ അതിപ്പോ മറ്റാണെന്തിനാ നോക്കണേ, വെളുത്ത ആളല്ലേ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അങ്ങനെയും മനുഷ്യന്റെ മനസ്സുണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ധ്യാനങ്ങളെ പറ്റി, ഈ മെഡിറ്റേഷനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് തരത്തിൽ പറയാനുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണ് നമുക്ക് ധ്യാനം കൊണ്ടുള്ള ഗുണം എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അല്ലെ. എന്തായിരിക്കും ധ്യാനം കൊണ്ടുള്ള ഗുണം? ആർക്കും അറിയും വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് മെഡിറ്റേഷൻ അല്ലെ. മെഡിറ്റേഷൻ ഒരുപാട് തരത്തിലുണ്ട്. ഞാൻ ഇത്രയെന്നല്ല, നൂറുകണക്കിന് മെഡിറ്റേഷൻ സിസ്റ്റംസ് ഉണ്ട്. എന്ത് സിസ്റ്റം ഉപയോഗിച്ചാൽ അൾട്ടിമേറ്റ്ലി ഒരു കാര്യമേ ഉള്ളൂ, മെഡിറ്റേഷന് മനസ്സിനെ ഏകാഗ്രമാക്കുക എന്ന ഒറ്റ ഇന്റൻഷൻ മാത്രമേ എല്ലാ മെഡിറ്റേഷനും ഉള്ളൂ. അത് പല രീതിയിലുള്ള മെഡിറ്റേഷൻ ആയാലും 10,000-കണക്കിന് മെഡിറ്റേഷൻ ഉണ്ടായാലും ഒറ്റ ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ, മനസ്സിനെ ഏകാഗ്രമാക്കുക, അതിലൂടെ മനഃശാന്തി കൈവരിക്കുക. പക്ഷെ അതിന്റെ അടിസ്ഥാന തത്വം എന്ന് കിടക്കുന്നത്, അങ്ങനെ ഉണ്ടാവുന്നതിന്റെ അടിസ്ഥാന തത്വം കിടക്കുന്നത് മറ്റൊന്നിലാണ്. മനസ്സിനെ ഏകാഗ്രമാക്കണമെങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യങ്ങൾ അറിയണം. മനസ്സിനെ ഏകാഗ്രമാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രെത്തിനെ അറിയണം. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുള്ളൂ. കാരണം മനസ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേകിച്ച് ഒരു അവയവമൊന്നും അല്ലല്ലോ, എവിടെ ഉണ്ടെന്നൊന്നും ആർക്കും അറിയില്ലല്ലേ. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് പ്രാണനാണ്, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസമാണ്. ഈ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതിവിഗതിയെ നേർദിശയിൽ ആർക്കാണോ കൊണ്ടുപോകാൻ സാധിക്കുന്നത്, ഒന്നുകൂടി പറയാം, ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതിവിഗതിയെ നേർദിശയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നവരാരാണോ അവർക്ക് മാത്രമേ മനഃശാന്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏത് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ബ്രെത്തിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ബ്രെത്ത് എങ്ങനെ ഉണ്ടാവുന്നു, ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടിന്റെയും ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് മനസ്സ് ഇതാവും. ഒരു അത്ലറ്റ്സിനോട് പോയിട്ട് നോർമൽ കാമായന്റെ മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞാൽ അയാൾക്ക് ഓടാൻ പറ്റില്ല. പിന്നെ കാരണം മനസ്സ് അതിലെടുക്കൂല. അതിനനുസരിച്ചുള്ള മെഡിറ്റേഷൻ അങ്ങനെ. അതുകൊണ്ടാണ് വിവിധമായ മെഡിറ്റേഷൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ആൾക്കും ഓരോ ഇതിൽ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യുന്നത് സാമ്പത്തിക മെഡിറ്റേഷൻ ഉണ്ട്, നമുക്ക് ഹാപ്പിനെസ് മെഡിറ്റേഷൻ ഉണ്ട്, നമുക്ക് അതുപോലെ ഹീലിംഗ് മെഡിറ്റേഷൻസ് ഉണ്ട്. ഇങ്ങനെ വിവിധമായ മെഡിറ്റേഷൻ. ഇപ്പൊ ഞാൻ നമ്മൾ ചക്രാസ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്തു, 2020 മെഡിറ്റേഷൻ നമ്മൾ ചെയ്തു. ഇതൊക്കെ വിവിധമായ മെഡിറ്റേഷൻ ആണ്. ഇന്റൻഷനലി മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഒരു പർപ്പസ് വെച്ചിട്ടുള്ള മെഡിറ്റേഷൻ. അപ്പൊ അതിനോട് കൊടുക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് അതിനെ പാകപ്പെടുത്താൻ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം. മെഡിറ്റേഷൻ കൊണ്ടുള്ള സാധാരണ മെഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒന്ന് പറയാം. ഒന്നല്ല, ഒരു 10ഓളം ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ഒന്ന് എഴുതി വെച്ചോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഗുണമുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്റെ മെഡിറ്റേഷൻ ഞാൻ അനുഭവിച്ച പ്രധാനമായ ഗുണമുണ്ട്. എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു, നല്ല സ്ട്രെസ് ഉള്ള ആളായിരുന്നു ഞാൻ. കാരണം ജോലിയിലൊക്കെ നല്ല സ്ട്രെസ് ആയിരുന്നു. അപ്പൊ ഈ സ്ട്രെസ് മുമ്പ് 6-8 വർഷം മുമ്പ് സ്ട്രെസ് വല്ലാണ്ടാകുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല, രാത്രി ഉറക്കമേ കിട്ടില്ല. കാരണം നാളെ കൊടുക്കാനുള്ള പൈസ, നാളെ കിട്ടാനുള്ള പൈസ, കച്ചവടം അങ്ങോട്ട്, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, അങ്ങനെ 100 തരത്തിലെ കാര്യങ്ങളിലൂടെ കിടക്കും, ഉറക്കമേ സാധിക്കില്ല. അപ്പൊ ഇതിന് അടുത്ത വഴി എന്താണ്? സാധാരണ ഉറക്കം വരാതിരിക്കുമ്പോൾ എളുപ്പമായ മാർഗം ഉണ്ടല്ലോ. ആർക്കും അറിയാം ഇവിടെ ഉറക്കം വരാത്തവന് ഉറങ്ങാനുള്ള എളുപ്പമായ മാർഗം ആർക്കും അറിയും? ഇവിടെ ആർക്കും അറിയില്ല. എല്ലാവരും വളരെ ഡീസെന്റ് ആണ്, നന്ന ആൾക്കാർ മാത്രം ആയതുകൊണ്ട് ഇവിടെ ആർക്കും അറിയില്ല. മെഡിറ്റേഷൻ അല്ല അത്. ഇപ്പോഴത്തെ അവസ്ഥ, മെഡിറ്റേഷൻ പഠിക്കുന്നതിന് മുമ്പത്തെ അവസ്ഥ അല്ലല്ല. മെഡിറ്റേഷൻ വായന പുസ്തകം എടുത്താലോ ഉറങ്ങും. മെഡിറ്റേഷൻ സ്ലീപ്പിംഗ് പിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. നല്ല ഉറങ്ങാനുള്ള അടുത്ത വഴിയാണ് 2 ലാർജ് അടിക്കുക, സുഖമായി കിടന്നുറങ്ങുക. ഇത് സാധാരണ മെഡിറ്റേറ്റ് ചെയ്യാത്ത ഒരാളുടെ പറ്റി ഞാൻ പറയാതെ എല്ലാവരും ചെയ്യുന്നില്ല. ഇവിടെ എല്ലാവരും നാമജപം, നാരായണ, ഈ നാമജപമൊന്നും ഈ ടെൻഷൻ അടിക്കുന്നവർക്കൊന്നും നടക്കൂല. അപ്പൊ പക്ഷേ അതിന്റെ ഭവിഷ്യത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാല് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ വരും. നമുക്ക് മസിൽസിന്റെ പെയിനുകൾ വരും. അങ്ങനെ മസിൽസിന്റെ പെയിനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി
ഈ സാധനം നമുക്ക് നല്ല പരിപാടിയല്ല എന്നുള്ള തീരുമാനത്തിൽ മെഡിറ്റേഷനിൽ എത്തിപ്പെട്ടതാണ്. പക്ഷെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു അലർജി ഉണ്ടായിരുന്നു. അലർജി എന്ന് വെച്ചാൽ തണുപ്പടിച്ചാൽ അപ്പോ അലർജി. ഇപ്പൊ ഈ ജലദോഷമല്ല, നോർമലി അലർജി എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 30-40 പ്രാവശ്യം തുമ്മും, കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് പോകും, കൈകാലുകൾ വേദന വരും, അങ്ങനെ വീഴും. ഒരു എന്താ പറയാ, പീസായ പോലെ അങ്ങ് വീണു പോകും, എഴുന്നേക്കാൻ പറ്റില്ല, അത്രയും അലർജി ഇതായിട്ട് വരും. അത് ജനറ്റിക് ആയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ ഞാൻ ഈ സംഭവത്തെ ആലോചിച്ചപ്പോ മരുന്ന് ഒരു മെഡിസിനും ഇല്ല, ഒരു മെഡിസിനും ആ സ്ഥാനത്ത് കിട്ടിയില്ല. പക്ഷെ മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം മരുന്ന്, അതിന്റെ ടാബ്ലറ്റ്സ് കഴിക്കലോ അതിന്റെ മരുന്ന് കഴിക്കലോ ഒന്നും ആവശ്യമില്ല. എന്താ പറയാ, മനസ്സിന് ഒരു തരത്തിൽ സ്ട്രെസ്സും ഇല്ല, ഒരു തരത്തിൽ ഉറങ്ങുന്നത് എപ്പോ കിടക്കണോ അപ്പോ ഉറങ്ങാം, ഇപ്പൊ കിടക്കണോ ഇവിടെ കിടക്കണം, ഇവിടെ ഉറങ്ങാം, അത്രയും കൃത്യമായി ഉറങ്ങാൻ പറ്റുന്നു. മറ്റ് ഒരു സംഭവങ്ങൾ നമ്മളെ, മറ്റൊന്നും ഒരു ലഹരിയും നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. മറ്റൊരു ലഹരിയെ പറ്റി നമുക്ക് ചിന്തിക്കാനോ അത് നമ്മളെ ബാധിക്കുക പോലുമില്ല. കാരണം അങ്ങനെ ഒരു സംഭവം നടക്കുക പോലുമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്കറിയാമോ, ഈ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നില്ലേ നമ്മളെ, അല്ലെ, അഡിക്റ്റേഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോകുന്നില്ലേ, അവിടെ എന്താ ചെയ്യിപ്പിക്കുന്നത്? അവിടെ വേറൊന്നും ചെയ്യിപ്പിക്കുന്നില്ല, അവര് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആൽക്കഹോളിസ്റ്റ് ആയ ആൾക്കാരൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പമായ മാർഗമാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഏറ്റവും എളുപ്പമാണ്. കാരണം ഈ ബ്രെയിനിന്റെ കോർട്ടിസോളിന്റെ അളവ് കുറച്ചു കഴിഞ്ഞാൽ, സയന്റിഫിക്കായി പറഞ്ഞാൽ ബ്രെയിനിൽ ഫുൾ കോർട്ടിസോൾ വരുമ്പോഴാണ് നമുക്ക് ഉറക്കമില്ലാതെ ക്ഷീണവും അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളും നമുക്ക് ശാരീരിക വിഷമതകളും ഒക്കെ ഉണ്ടാവുന്നത്, നീർക്കെട്ടുകൾ ഉണ്ടാവുന്നത്. ഇതെല്ലാം കോർട്ടിസോളിന്റെ അളവ് കൂടുന്നതുകൊണ്ടാണ്. കോർട്ടിസോൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ടെൻഷനാണ്, ആങ്സൈറ്റി ആണ്, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു എന്താ പറയാ, നമ്മുടെ ബോഡി അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ കോർട്ടിസോളിന്റെ അളവ് കുറച്ചു കഴിഞ്ഞാൽ, കോർട്ടിസോൾ ഇല്ലാതാക്കാൻ പറ്റില്ല, കോർട്ടിസോളിന്റെ അളവ് നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. അപ്പോൾ മെഡിറ്റേഷന്റെ ഒന്നാമത്തെ ബെനിഫിറ്റ് എഴുതിക്കോളൂ, സ്ട്രെസ് റിലീഫ്. സ്ട്രെസ് റിലീഫിന് മെഡിറ്റേഷൻ മാത്രമാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഈവൻ നിങ്ങൾ പോയിട്ട് സ്ട്രെസ് റിലീഫിന്റെ ടാബ്ലറ്റ്സ് മേടിച്ച് കഴിച്ചാലും നല്ല ഡോക്ടറാണ് പറയും ഒരു 5 മിനിറ്റ് സ്വസ്ഥമായിരിക്കും എല്ലാ ദിവസവും, എങ്കിൽ നിങ്ങളുടെ അസുഖം മാറും. എല്ലാവരും പറയും, നല്ല ഡോക്ടർമാരാണെങ്കിൽ പറയും, മറ്റു ഡോക്ടർമാർ പറയില്ല കേട്ടോ. അപ്പോ മെഡിറ്റേഷൻ ലോവർ കോർട്ടിസോൾ ലെവൽസ് ഹെൽപ്പിംഗ് ടു മാനേജ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഇവിടെ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, സ്ട്രെസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നാളെ മുതൽ മെഡിറ്റേഷൻ തുടങ്ങാം. 5 ദിവസത്തിനകത്ത് 5 ഡേയ്സ്, മാക്സിമം 5 ഡേയ്സിൽ നിങ്ങളുടെ ആങ്സൈറ്റി, സ്ട്രെസ് മിനിമം ലെവലിലേക്ക് വന്നിരിക്കും. വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, ചലഞ്ച് ചെയ്യാം. 5 ദിവസമേ വേണ്ടു, വെറും 5 ദിവസം വേണം. ആങ്സൈറ്റി കംപ്ലീറ്റ് ഇല്ലാതാവും, കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി പോകും, സ്ട്രെസ് നമുക്ക് കംപ്ലീറ്റ് പോകും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസിങ് ലെവൽ വളരെയധികം കൂടും. ഇംപ്രൂവ് ഫോക്കസിങ് ലെവലാണ്. ഇൻസോമിനി ഉണ്ടെങ്കിൽ ഞാൻ മരുന്ന് തരാം, നിങ്ങൾ എന്റെ കൂടെ വന്നോളൂ. എനിക്കുണ്ടായ സാധനമാണ്, എനിക്കുണ്ട്, എന്റെ മകനും ഉണ്ടായിരുന്നു സെയിം സാധനം. നമുക്ക് രതി മെഡിറ്റേഷൻ മാത്രമാണ് അതിന് ഏകമായി കണ്ടുപിടിച്ച വഴി. ഏറ്റവും വേഗം തന്നെ ഞാൻ പറയട്ടെ, എത്ര മരുന്ന് കഴിച്ചാലും അത് പോവില്ല, നമുക്ക് കൃത്യമായി പോകും. ഇംപ്രൂവ് ഫോക്കസ് പവർ. ഫോക്കസ് എന്ന് പറയും എൻഹാൻസ് കോൺസെൻട്രേഷൻ ആൻഡ് മെന്റൽ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തവും അത് തന്നെയായി സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഫോക്കസിങ്, എന്തൊക്കെ ഫോക്കസ് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? എളുപ്പം പറയാം അല്ലെ, കിച്ചണിൽ 4 പേർക്ക് ഒന്നും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കരിയാതിരിക്കണമെങ്കിൽ ഫോക്കസ് വേണം അല്ലെ. എളുപ്പത്തില്ല, കിച്ചൺ ആരോടും പറയല്ല, ബാക്കി ആരോടും പറയും. വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കണം, ഫോക്കസ് വേണം. ഇത് ഫോക്കസ് മെഡിറ്റേഷൻ നന്നായി ചെയ്യുന്ന ആൾക്ക് ഫോക്കസ് നന്നായിട്ടുണ്ടാവും, അവർക്ക് ഒരു രീതിയിലും വിഷമം ഉണ്ടാവില്ല. ഫോക്കസിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണില്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന പഞ്ചുമൊക്കെ ഒരു മാസം കൊണ്ട് പഠിച്ച എക്സാം ഒക്കെ എഴുതിയത് ഫോക്കസ് പവർ കൊണ്ട് തന്നെയാണ് അല്ലെ. സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടുത്തെ നേഴ്സ് ആയതൊക്കെ ഏറ്റവും ഫോക്കസ് പവർ കൊണ്ട് തന്നെയാണ്. ഫോക്കസിന് അത്രയുണ്ട്. ഞാൻ നിന്ന് പോകുന്ന അതിലാണ് ഫോക്കസ്. ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്നത് ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് പുസ്തകം ഒന്നും എന്നും വായിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല. ഒരു 5 മിനിറ്റുള്ള പ്രിപ്പറേഷൻ ആണ്. ആ 5 മിനിറ്റിൽ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നന്നായി ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കൃത്യമായി എനിക്ക് പറയാൻ പറ്റുന്നു. ഇപ്പൊ നിങ്ങൾ ബാക്കി എല്ലാ ക്ലാസ്സിൽ എടുക്കുമ്പോഴും എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്
എനിക്കിങ്ങനെ നിർവാഹം സംസാരിക്കാൻ പറ്റുന്നതൊക്കെ സംസാരിക്കുന്നത് എന്താണോ അതിൽ കൃത്യമായി എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചില സമയത്ത് ചാറ്റിംഗ് എല്ലാം വരുന്ന സമയത്ത് എന്റെ ഫോക്കസ് ചെറിയ മറന്നു. ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. എവിടെ ചെറിയൊരു പോസിങ് ഉണ്ടാവും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറുമ്പോൾ രണ്ടാമത് പറയുന്ന വാക്കിൽ ചെറിയൊരു പോസിങ് ഉണ്ടാവും. അത് നമ്മുടെ ശ്രദ്ധ മാറുകയാണ്. അപ്പൊ വളരെ ശ്രദ്ധിച്ചാൽ ഫോക്കസ് നമുക്ക് ഉണ്ടാകാൻ പറ്റും. അത് നമ്മുടെ ഡിസിഷനെ ക്വിക്കറും ഈസിയറുമാക്കി മാറ്റും. പിന്നെ പോയിട്ട് അബദ്ധത്തിൽ കടം ചോദിച്ച ആൾക്കാർക്കൊക്കെ വാരിക്കോരി കൊടുക്കില്ല. കാരണം അപ്പൊ ആലോചിക്കും ഇത് കൊടുക്കേണ്ടതാണോ വേണോ എന്ന് കൃത്യമായി നോക്കും. മൂന്നാമത്തെ കാര്യം ഈ ബൂസ്റ്റ് ഇമോഷണൽ ഹെൽത്ത്. ഇമോഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഡിസിഷൻസ് 90% എടുക്കുന്നത് ഇമോഷണലി ആണല്ലോ അല്ലെ. ഇമോഷണലെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇമോഷണൽ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയായി. എന്തുകൊണ്ടാണ്? ഇമോഷണലി ദേഷ്യം വരും അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു മെഡിറ്റേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോ അവിടെ 150 ആൾക്കാരുണ്ടായിരുന്നു. ക്ലാസ് എടുത്ത് സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, സാർ പറഞ്ഞതൊക്കെ ശരിയാണ്, ക്ലാസ് എടുത്തൊക്കെ സൂപ്പറാ എല്ലാം അത്, പക്ഷെ ഞാൻ കഴിഞ്ഞ 23 വർഷമായി മെഡിറ്റേറ്റ് ചെയ്യുന്നു, പക്ഷെ ഇന്നേ വരെ എനിക്ക് എന്റെ ദേഷ്യം കുറക്കാൻ പറ്റിയിട്ടില്ല. 23 വർഷമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാണ്, ഇന്നേ വരെ എനിക്ക് എന്റെ ദേഷ്യം നിൽക്കാൻ. ഭാര്യ എന്തെങ്കിലും പറഞ്ഞു അപ്പോ ഒരു തുള്ളൽ, ഒരു ചാട്ടവും പോരുന്നു അല്ലെ. എന്തിനാ മെഡിറ്റേറ്റ് ചെയ്യുന്നത്? മെഡിറ്റേറ്റിന്റെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണനെ പ്രാണനിലേക്ക് നമ്മൾ കേന്ദ്രീകൃതമാകുമ്പോൾ, ദേഷ്യമൊന്നും പ്രാണന്റെ സൃഷ്ടിയല്ലല്ലോ അല്ലെ, ശരീരത്തിന്റെ സൃഷ്ടി മാത്രമാണ്, കോർട്ടിസോളിന്റെ സൃഷ്ടി മാത്രമാണ്. കൃത്യമായ രീതിയിലാണ് മെഡിറ്റേറ്റ് ചെയ്തതെങ്കിൽ ഒരിക്കലും കോർട്ടിസോൾ ഉത്പാദിപ്പിക്കപ്പെടില്ല. അവിടെ ഇല്ല, സാധ്യതയില്ല, ഹോർമോൺ സാധ്യതയില്ല. അപ്പൊ 23 വർഷം എന്തായിരിക്കും ചെയ്തിട്ടാവാം? വ്യക്തമല്ലാത്ത, കൃത്യമല്ലാത്ത, അറിയാതെ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ബൂസ്റ്റ് ഇമോഷണൽ ഹെൽത്ത് എന്നത്. നാലാമത്തെ സെൽഫ് അവയർനെസ്. ഇറ്റ്സ് ഇൻക്രീസ് സെൽഫ് അവയർനെസ്. ഒരു സെക്കൻഡ് കേട്ടോ. ഇറ്റ്സ് ഇൻക്രീസ് സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ആരാണെന്ന് എന്നുള്ള അവസ്ഥയിലാണ് അല്ലെ. അല്ലെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം എന്നെ അറിയാം, എനിക്ക് എന്നെ അറിയില്ല അല്ലെ. മറ്റുള്ളവരാണ് തീരുമാനിക്കും ഞാൻ സന്തോഷിക്കണോ ചിരിക്കണോ അല്ലേ ആശ? അവരല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ കരയണോ സന്തോഷിപ്പിക്കണോ ഒക്കെ തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ലേ. അങ്ങനെ ആവരുതല്ലോ. അല്ല, സെൽഫ് അവയർനെസ് ഉണ്ടാവണമെങ്കിൽ അവനവൻ അറിയണം ഞാൻ ആരാണ്. എപ്പോ എന്റെ ദേഷ്യം വരും, എനിക്കെപ്പോ ദേഷ്യം വരും, എനിക്കെപ്പോ സങ്കടം വരും, എനിക്കെപ്പോൾ ഇത് വരും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. ഇത് സാധ്യമാവണമെങ്കിൽ മെഡിറ്റേഷൻ മാത്രമേ ഏക പോംവഴി ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പോകും. അവർ പറയുന്നത് കേട്ടിട്ട് മാത്രം ജീവിച്ചു പോകും. അപ്പോൾ പിന്നെ നമ്മുടേതല്ലല്ലോ ഇതല്ലോ അല്ലെ. അപ്പൊ നമ്മൾ അവിടെ വെച്ച് പറയും, അയ്യോ പോയേ എന്റെ ജീവിതം, അങ്ങനെയായേ ഇങ്ങനെയായേ എന്ന് പറഞ്ഞ് നമ്മൾ പോയി. ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ നിർബന്ധമാണ്. ഇനി എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള ബെനിഫിറ്റ്? എന്താണ്? ഓക്കെ, ഇതൊക്കെ നമ്മൾ മെന്റലി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. ഫിസിക്കലി എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും? നേരത്തെ ഞാൻ പറഞ്ഞു, ആരോഗ്യ കാര്യങ്ങൾക്ക് നമുക്ക് ഗുണമുണ്ട്. ആർക്കൊക്കെ കൈകാല വേദന ഉണ്ട് ഇവിടെ? ജോയിന്റ് വേദന എല്ലാവരും കൈവക്കും അല്ലെ. അയ്യോ എനിക്കുണ്ട്. കൈകാലുകൾ വേദന ഉള്ളവർ എത്ര പേരുണ്ട്? മസിൽസ് പെയിനുകളിൽ എത്ര പേരുണ്ട്? യെസ്. പിന്നെന്താ, മൈഗ്രെയിൻ ഉള്ളവർ എത്ര പേരുണ്ട്? എല്ലാം ഉണ്ട് അല്ലെ. എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയ, ഇവിടെ അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലേ. വെറുതെ ചോദിച്ചതാ. വെറുതെ ഒരു ചോദിക്കുമ്പോൾ കൂടെ ചോദിക്കണല്ലോ എന്ന് കരുതി ചോദിച്ച. ഇത് ഫിസിക്കലി ആയിട്ടുള്ള ബെനിഫിറ്റ്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വണ്ടടിച്ചു പോയതാണ്. നമ്മളെ 2020 മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോ ഞാൻ എല്ലാവരോടും കട്ടായം പറഞ്ഞിരുന്നു, അങ്ങനെയല്ല നിങ്ങൾ ഉപയോഗിക്കുക വാക്ക് കട്ടായം. നാട്ടിലെ സമയത്തിനനുസരിച്ചാണല്ലോ 2020 നമ്മൾ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു 11 മണിക്ക് കഴിയും അല്ലെ, 10:30 മണിക്കാണ് നമുക്ക് കഴിയുന്നത് അല്ലെ. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ ഉടനെ പിന്നെ സംസാരമില്ല, നേരെ പോയി കിടന്നുറങ്ങണം എന്ന് പറഞ്ഞു. ഉറക്കം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത് ഇമ്പോർട്ടന്റ് ഉള്ളവർക്ക് മാത്രമേ അതിന്റെ വ്യക്തമായ റിസൾട്ട് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് എല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്ക് വണ്ടടിച്ചു പോയ കാര്യം, ഇത്രയൊക്കെ പറഞ്ഞിട്ടും 12:30 മണിക്കൊക്കെ ആൾക്കാരുണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, സാറേ ഇന്ന് സംഭവിച്ചത് ഇതാണ്. ഞാൻ പറഞ്ഞു ഒന്ന് പോയി ഉറങ്ങോ? ഉറക്കം വരുന്നില്ല സാർ. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ
അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് സ്ലീപ്പ് ക്വാളിറ്റിയാണ്. സ്ലീപ്പിംഗ് കൃത്യമായി നടക്കുന്നവർക്ക് മെഡിറ്റേഷൻ വളരെ കൃത്യമായി നടക്കുന്നവർക്ക് സ്ലീപ്പിംഗ് വളരെ കൃത്യമായിരിക്കും. ഇറ്റ്സ് കോമ്പാക്ട് ഇൻസോമാനിയ ബൈ കാമിങ് ദ മൈൻഡ് ബിഫോർ ബെഡ് ടൈം. അതല്ലേ നേരത്തെ ഒരാൾ ചോദിച്ചത്? കോമ്പാക്ട് ഇൻസോമാനിയ, ഉറക്കമില്ലായ്മ പൂർണ്ണമായി മാറ്റാൻ, പൂർണ്ണമായി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കിടക്കണം, ഇവിടെ കിടക്കണം, ഇപ്പൊ ഉറങ്ങണം, വേണ്ടത് ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ തീരുമാനിക്കും എപ്പോൾ ഉറങ്ങണം. അതിന് ബെഡിൽ കിടന്നാൽ ഉറങ്ങണം എന്നല്ല പറഞ്ഞത്, നമ്മൾ തീരുമാനിക്കും ഉറങ്ങാൻ സമയമായി എന്ന് വെച്ചാൽ ഒറ്റ ഉറങ്ങാണ്, എഴുന്നേക്കാൻ സമയമായി എന്ന് വെച്ചാൽ കറക്റ്റ് എഴുന്നേക്കും, ഒരു ഡൗട്ടും ഇല്ല. മനസ്സ് കൃത്യമായി സെറ്റായി എഴുന്നേക്കും. ഇപ്പൊ 3:40 എനിക്ക് ഇവിടുത്തെ 3:40 മെഡിറ്റേഷനോട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്റെ സമയം 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ 5:30 മണി നാട്ടിലെ. അപ്പൊ 3:20 3:40 എഴുന്നേറ്റാലേ എനിക്ക് ശരിയാവുള്ളൂ. ഒന്ന് കുളിച്ച് ഒന്ന് ജസ്റ്റ് ഫ്രഷായി വന്നിട്ട് മെഡിറ്റേഷൻ ഇവിടെ നിങ്ങൾ മുമ്പിൽ ഇരിക്കണം. 3:40 മിനിമം എഴുന്നേക്കും. 3:30 3:35 ആകുമ്പോൾ ഞാൻ ക്വിക്കായിട്ട് എഴുന്നേക്കും. പിന്നെ അവിടെ കിടക്കാണ്. ചില ദിവസം ലേറ്റ് ആയിട്ട് ഉറങ്ങിപ്പോയാൽ ലേറ്റ് ആയിട്ട് എഴുന്നേക്കും. ഇത് കൃത്യമായി നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്തു. മെഡിറ്റേഷൻ ചെയ്യാതിരുന്നാൽ ഇതെല്ലാം പാളുകയും ചെയ്യും കേട്ടോ, അത് മറക്കരുത്. ഒരു ദിവസം പോലും വിട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം പാടും. BP കുറയുമോ? 100%. നേരത്തെ പറഞ്ഞില്ലേ, BP ആണ് പ്രധാനമായിട്ട് ഇതിനകത്ത് കുറയുന്നത്. BP തന്നെ പ്രധാനമായ കാര്യം. ആങ്സൈറ്റി കുറക്കുന്നത് എങ്ങനെയാ? BP-യിലല്ലേ ആങ്സൈറ്റിയും ടെൻഷൻസും വരുന്നത്? BP-യിൽ തന്നെയല്ലേ. അപ്പൊ അത് കുറയുമ്പോൾ BP ഓട്ടോമാറ്റിക് കുറയുമല്ലോ, സ്വാഭാവികമാണ്. അപ്പൊ പിന്നെ രണ്ടാമത്തെ പോയിന്റ് അതാ പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് വന്നത് ഫിസിക്കലി ആയിട്ടുള്ള ബെനിഫിറ്റ്, ലോവർ ബ്ലഡ് പ്രഷർ. നമ്മുടെ ബ്ലഡ് പ്രഷർ വളരെ നല്ല ലോവർ ആക്കി കൊണ്ടുവരാൻ പറ്റും. എന്ന് വെച്ചാൽ വളരെ ലോവർ അല്ല, ഇത് കൃത്യമായ ആവശ്യത്തിൽ കൊണ്ടുവരാൻ. പ്രൊമോട്ട് റിലാക്സേഷൻ വിച്ച് കൻ റെഡ്യൂസ് ബ്ലഡ് പ്രഷർ ലെവൽ എന്ന് പറയുന്ന സംഭവം. ലോവർ പ്രഷർ, നമ്മുടെ ബ്ലഡ് പ്രഷർ. ടെൻഷൻ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോക്കസ് ഇറ്റ്. നിങ്ങൾ അതെല്ലാം ഒഴിവാക്കി മെഡിറ്റേഷൻ ഫോക്കസ് ചെയ്യരുത്. മെഡിസിൻ നിങ്ങൾക്ക് ആരോഗ്യത്തെ വളരെയധികം ബാധിക്കും. അത് ലേഖ സന്തോഷ്, യു ഷുഡ് ജോയിൻ മെഡിറ്റേഷൻ. ഇനി ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി പവർ, റിഡ്യൂസ് സ്ട്രെസ് ഹോർമോൺസ്. ഇമ്മ്യൂണിറ്റി പവർ നമ്മളെ കൂട്ടും. പൊതുവെ മെഡിറ്റേഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് നമുക്ക് ബോഡി ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് ജലദോഷം വന്നു? ഞാൻ സത്യമായിട്ട് പറയാം, കഴിഞ്ഞ 10-15 ദിവസമായി മെഡിറ്റേഷൻ തീരെ ശരിയായ രീതിയിലല്ല നടക്കുന്നത്. ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതേ സമയം മാത്രമേ ഉള്ളൂ. 1 മണിക്കൂറാണ് രാവിലെ മെഡിറ്റേഷൻ നമ്മൾ എടുക്കുന്നത്. 1 മണിക്കൂർ സമയമാണ് മെഡിറ്റേഷൻ അഫർമേഷൻ. അപ്പൊ എനിക്ക് എന്റെ മെഡിറ്റേഷൻ കൃത്യമാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് വേറെ സമയം എനിക്കില്ല, ആ സമയം മാത്രം. അത് കഴിഞ്ഞ് പിന്നെ ജിമ്മിൽ പോക്കും അങ്ങനെയൊക്കെ തിരക്കാവുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ മുതൽ വീണ്ടും തീരുമാനിച്ചു, ഞാൻ 1/2 മണിക്കൂർ മെഡിറ്റേഷൻ ക്ലാസ് എടുത്ത് പിന്നെ 1/2 മണിക്കൂർ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ ഇന്ന് മുതൽ കൃത്യമായി മെഡിറ്റേഷൻ വീണ്ടും കൃത്യമായി സ്റ്റാർട്ട് ചെയ്തു. മെഡിറ്റേഷൻ നമുക്ക് ഇടയ്ക്ക് നിർത്താൻ പറ്റില്ല, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പക്ഷെ എനിക്കിപ്പോൾ ഇമ്മ്യൂണിറ്റി പവറിന്റെ അല്ല, ജലദോഷത്തിന്റെ വിഷയം എന്ന് വെച്ചാൽ ക്ലൈമറ്റിക്കൽ ചേഞ്ച് ആയതുകൊണ്ടും ഉള്ള ഒരു വിഷയമാണ് അത്. അപ്പോ 4മത്തെ കാര്യം, നമ്മുടെ ഏത് പെയിൻ ഉണ്ടോ, അതായത് എൻഹാൻസ് പെയിൻ മാനേജ്മെന്റ് എന്ന് പറയും. നമ്മുടെ വേദന സംഹാരിയാണ് മെഡിറ്റേഷൻ. നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ, പൊതുവേ നമുക്ക് എങ്ങനെ വേദന ഉണ്ടാവുന്ന അറിയും? നീർക്കെട്ടുകൾ കൊണ്ടാണ് അല്ലെ. നമ്മുടെ ശരീരത്തിന് മസിൽസിന് നീർക്കെട്ടുകൾ കൊണ്ടാണ് വേദന ഉണ്ടാകുന്നത്. അപ്പൊ സംഭവിക്കുന്നത്രേ ഉള്ളൂ, മെഡിറ്റേഷൻ നിൽക്കുമ്പോൾ നമ്മൾ കൃത്യമായി ബ്രീത്തിങ് എടുക്കുമ്പോൾ ഓക്സിജന്റെ അളവ് ശരീരത്തിലേക്ക് കൃത്യമായി പോകുമ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം ഓക്സിജൻ ചെല്ലുകയും നീർക്കെട്ടുകളൊക്കെ അവിടെ മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൈകാലുകൾക്ക് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഫോക്കസ് ചെയ്യുക, ബ്രീത്തിങ് നന്നായിട്ട് എടുക്കുക, ശ്വാസം നന്നായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് എവിടെയാണോ വേദന ഉള്ളത് അവിടെ മുഴുവനായിട്ടും കൊണ്ടുപോയി ഓക്സിജനെ കൊണ്ട് ആ വായുവിനെ കൊണ്ടുവന്ന് തഴുകിയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് പുറത്തോട്ട് വിട്ടാൽ മതി. നിങ്ങൾ 11 തവണ അങ്ങനെ ചെയ്തോളൂ. കംപ്ലീറ്റ് ആയിട്ട് ആ വേദന അവിടെ ഇല്ലാതാകുന്നു കാണാം. ട്രൈ ചെയ്ത് വെക്കുള്ളൂ കേട്ടോ. വേദന ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഫോക്കസ് ചെയ്യുക, ബ്രീത്തിങ് എടുക്കുക ഫുള്ളായിട്ട്. വേറെ മെഡിറ്റേഷൻ ഒന്നും പോകണമെന്നില്ല, നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. അങ്ങനെ ബ്രീത്ത് എടുത്ത് നമ്മൾ ആ ബ്രീത്ത് അകത്തോട്ട് പോകുന്നതല്ലേ, ശ്വാസകോശത്തിലൊക്കെ പോയി ശരീരത്തിൽ ഏത് ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത് അവിടത്തേക്ക് ആ ബ്രീത്തിങ്ങിനെ കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ ഒന്ന് തഴുകുക, എന്നിട്ട് തിരിച്ച് പുറത്തോട്ട് വിടുക. വളരെ ലളിതമായി നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ബ്രീത്തിങ്ങിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലും സ്പിരിച്വൽ ബെനിഫിറ്റ്സ് ഞാൻ പറയണ്ടല്ലോ അല്ലെ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു സ്പിരിച്വാലിറ്റി അല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല.
പ്രാർത്ഥന ഒരു ഭാഗമാണ്, മന്ത്രജപം ഇതിന്റെയൊക്കെ ഭാഗമാണ്, അഫർമേഷൻസ് ഇതിന്റെ ഭാഗമാണ്, മൈൻഡ്ഫുൾനെസ് ഭാഗമാണ്. മൈൻഡ്ഫുൾനെസ് ഉണ്ടാകാൻ ഇന്നർ പീസ്, അതാണ് ഏറ്റവും ആന്തരിക മൗനം, ആന്തരിക സമാധാനമാണ് ഏറ്റവും ഫണ്ടമെന്റലായിട്ട് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പം ആരെങ്കിലും ആത്മീയതയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് മെഡിറ്റേഷൻ ചെയ്യാതെ ആത്മീയതയിലേക്ക് പോകാൻ പറ്റില്ല. മെഡിറ്റേറ്റ് ചെയ്യാത്തവർക്ക് ആത്മീയത ഒരിക്കലും സാധ്യവുമാകില്ല എന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഒന്ന് ഏറ്റവും പ്രധാനമുള്ളത് വെച്ചാൽ ഇൻക്രീസ് കമ്പാൻഷൻ. നമുക്ക് മറ്റുള്ളവരെ സഹജീവികരണ, ദയ, അത് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ ഒട്ടിമുളരണമെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം, എല്ലാത്തിനെയും ഒരേപോലെ കാണാനുള്ള കഴിവ്, സമഭാവന, സമത്വം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടായിട്ട് ലഭിക്കുക തന്നെ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സുകളെ പറ്റി പറയാനുണ്ടാവും. മെമ്മറി പവർ കൂട്ടാന്, ഡിസിഷൻ മേക്കിംഗ് പവർ കൂട്ടാന്, ഷാർപ്പനിങ് യുവർ തിങ്കിങ്സ്, ഇങ്ങനെ 100 കണക്കിന് ബെനിഫിറ്റ്സുകൾ മെഡിറ്റേഷൻ കൊണ്ട് പറയാൻ പറ്റും. പക്ഷെ ഇത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതിരുന്നാൽ ഇതിന്റെ ഒന്നും ബെനിഫിറ്റ് കിട്ടില്ല. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു ബാച്ചും കൂടി, ഇപ്പൊ കുറെ ദിവസം നമ്മൾ മെഡിറ്റേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പല രീതിയിലുള്ള മെഡിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ തീരുമാനിച്ചു മെഡിറ്റേഷനെ കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മാത്രം ചെയ്യാമെന്നുള്ള ഒരു തീരുമാനമെടുത്തത് കൊണ്ട് നമ്മൾ ഇന്നലെ മുതൽ പുതിയൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, മെഡിറ്റേഷൻ പഠിപ്പിച്ചിട്ട് ചെയ്യാനായിട്ട്. ഇന്നതാണ് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ഇന്ന സ്റ്റേജിൽ ഇന്നതായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് എന്താണ് ചെയ്യുന്നതൊക്കെ കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു മെഡിറ്റേഷൻ ബാച്ച് നമ്മൾ രാവിലെയാണ് നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. കാരണം രാവിലെയാണ്, അത് പറഞ്ഞപ്പോഴാണ് വന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് അതിരാവിലെ എഴുന്നേറ്റ ഉടനെയാണ്, അല്ലെങ്കിൽ ഉറക്കത്തിന് പോകുന്നതിന് തൊട്ട് മുമ്പ്. 2 ഓപ്ഷൻസ് ആണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. കാരണം അതിന്റെ ഫ്രീക്വൻസിയാണ് ഏറ്റവും അധികം. സാധാരണ രാവിലെ എഴുന്നേൽക്കും മുമ്പ് നമ്മൾ ഫ്രഷ് ആയിരിക്കും, ഫ്രഷ് മൈൻഡ് ആയിരിക്കും, മനസ്സിൽ വേറെ കുറെ തോട്ട്സുകളൊന്നും ഉണ്ടാവില്ല. എഴുന്നേറ്റ ഉടനെ തന്നെ വാട്സപ്പ് നോക്കുന്നവർക്ക് പിന്നെ വിഷയങ്ങൾ ഉണ്ടാവും, വാട്സപ്പ് നോക്കാത്തവർക്ക് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ഫ്രഷ് ആയി. അപ്പൊ മറ്റേ ചിന്തകളുണ്ടല്ലോ, കുറേ ബാഹികമായ വിഷയങ്ങൾ ഉണ്ടാവില്ല ഇവിടെ. അപ്പോഴും എഴുന്നേൽക്കുമ്പോൾ രാവിലെ, ഞാൻ ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ത് സാറേ, രാവിലെ എഴുന്നേൽക്കുന്നത് ഇന്ന് എന്ത് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അടുക്കളയിൽ ഇന്ന് കടല ഉണ്ടാക്കണോ, പുട്ടുണ്ടാക്കണോ, ദോശ ഉണ്ടാക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ ആ ചിന്തയുള്ളവർക്ക് വേണ്ട, ഇല്ലാത്തവർക്ക് നല്ല ഫ്രഷ് ആയിരിക്കും മൈൻഡിൽ ഉണ്ടാവുന്നത്. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ഏറ്റവും ഉചിതമാണ്. കാരണം കുറേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം. രണ്ടാമത്തത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മളെല്ലാം മാറ്റിവെച്ച് ബെഡ്റൂമിൽ സ്വസ്ഥമായി ഇരിക്കുമ്പോൾ നമുക്ക് മെഡിറ്റേഷൻ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. അങ്ങനെ ഉറങ്ങിക്കൊള്ളുക, പിന്നെ അത് നിർത്തിയിട്ട് വീണ്ടും പോലെ അങ്ങനെ തന്നെ ഉറങ്ങിക്കൊള്ളുക. ഇത് രണ്ടാണ് ഏറ്റവും ഉചിതമായ സമയം മെഡിറ്റേഷന്. നമുക്കിപ്പോ രാവിലെയാണ് മെഡിറ്റേഷൻ ക്ലാസ്സിൽ, രാവിലെ ഇന്ത്യൻ സമയം 5:30 മണിക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും താല്പര്യമുള്ളവർക്ക് ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാം, രാവിലെ പങ്കെടുക്കാൻ പറ്റും. അല്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മൾ ആപ്പിൽ മെഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ സമയം പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ടൈം വ്യത്യാസമാണ്, പക്ഷെ മെഡിറ്റേഷൻ വേണമെങ്കിൽ കൃത്യമായ ഇൻസ്ട്രക്ഷനോട് കൂടിയിട്ടുള്ള മെഡിറ്റേഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ വരുന്ന അവർക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന മെഡിറ്റേഷനും ഇതേപോലെ ആപ്പിൽ, എല്ലാവർക്കും ഇല്ല കേട്ടോ, എല്ലാവർക്കും നോ ക്യാൻസൽ, എല്ലാവർക്കും ഇല്ല. നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ തരുന്ന രീതിയിൽ നമുക്ക് മെഡിറ്റേഷൻ സെറ്റ് ചെയ്യാം. ആവശ്യമുള്ളവർ മാത്രം പറയാം. എല്ലാവർക്കും അല്ലെങ്കിൽ മെഡിറ്റേഷൻ വരുന്നവരെല്ലാവരും ആപ്പ് ചോദിക്കാൻ ഇല്ല. അങ്ങനെ ലൈവ് മെഡിറ്റേഷന്റെ ഗുണം നമുക്ക് ഒരിക്കലും വേറെ കിട്ടില്ല. കാരണം അവിടെ ഭയങ്കര എനർജിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ലൈവ് ആയിട്ട് തന്നെ മെഡിറ്റേഷൻ പങ്കെടുക്കുക, റിസൾട്ട് എടുക്കുക. അരമണിക്കൂർ ഒരു ദിവസം മതി മെഡിറ്റേഷൻ. 10-15 മിനിറ്റ് ചെയ്താൽ മതി, നിങ്ങൾ നന്നായിട്ട് പോകും. 15 മിനിറ്റോളം ചെയ്താൽ മതി. കൂടുതൽ ചെയ്താൽ അത്രയും കൂടുതൽ ഗുണമാണ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യം, മെഡിറ്റേഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇപ്പൊ നമ്മുടെ മെഡിറ്റേഷൻ ഈ മാസം മുതൽ മെഡിറ്റേഷൻ ഫീസൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പേ 555 രൂപയായിരുന്നു ഒരു മാസം മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് 444 കുറച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് മാജിക്കൽ സംഭവം. നൈറ്റ് ലൈവ് ഇല്ല, ഇനിയിപ്പോ അതിന് സമയമില്ല. നമുക്ക് ലൈവ് നൈറ്റില്ല, മോർണിംഗേ ഉള്ളൂ. 444 രൂപയാണ് നമുക്ക് ഇപ്പോൾ ഇതിനുള്ളത്. താല്പര്യമുള്ളവർക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ അറിയാലോ, നമ്മുടെ ഗൂഗിൾ പേ നമ്പർ അയച്ചിട്ട് അതിൽ പേയ്മെന്റ് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഇന്ന് തന്നെ ആഡ് ചെയ്യാം, നാളെ രാവിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യണം. ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നയാൾ ഇത് ചെയ്താൽ മാത്രമേ കൃത്യമായി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ
നമ്മുടെ രീതിയിൽ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. മെഡിറ്റേഷൻ അംശം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിന് മറുപടി പറയാം. ഓക്കെ, കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. നല്ല മാജിക്കൽ നമ്പർ താഴെ കാണുന്നുണ്ട്, 211. താങ്ക് യു ആൾ. നിങ്ങൾ എല്ലാവരും മെഡിറ്റേഷൻ ജോയിൻ ചെയ്യുന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി നമുക്ക് താങ്ക് യു.